വർഷങ്ങൾക്ക് ശേഷം ആവേശം. ഇതിൽ രണ്ടിൽ ഏതാണ് കാണേണ്ടതെന്നുള്ള ഡൗട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം റിവ്യൂ നോക്കുമ്പോൾ രണ്ടും കൊള്ളാന്ന് കണ്ടു. അപ്പോൾ ഞാൻ രണ്ടും കണ്ടു തീർത്തു. രണ്ടിനും എൻ്റെ വക ഒരു 8 മാർക്ക്, 10ൽ 8 മാർക്ക് കൊടുക്കാം. ജയ് ഗണേഷ് ഇനിയും കാണണത്രേ. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു റേറ്റിംഗ് കുറവ് പോലെ കണ്ടതുകൊണ്ട് ഇത് രണ്ടും കണ്ടു. ജയ് ഗണേഷിൻ്റെ അഭിപ്രായമായിട്ട് എടുത്തത് വരാം. രണ്ടും രണ്ട് ടൈപ്പ് മൂവിയാണ്. ആവേശം എന്ന് പറഞ്ഞാൽ ശരിക്കും ആവേശം തന്നെയാണ്. പക്ക എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. പക്ക എൻ്റർടൈൻമെൻറ്റ് ഫുള്ളി നമ്മളെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ കൊണ്ടുപോകും. ചെറിയൊരു ലാഗെല്ലാം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇപ്പോൾ രോമാഞ്ചം വെച്ച് നോക്കുമ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ അല്ല, ഞാൻ ഒരു 2-3 നാളായിട്ട് റെഫർ ചെയ്തിട്ട് കിട്ടിയ അഭിപ്രായമാണ്, അല്ലാതെ എൻ്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായമല്ല. രോമാഞ്ചത്തിൽ ഞാൻ ഒരു 10ൽ 9 തന്നെ കൊടുക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് 10ന് 8. കാരണം അത് എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ട് തോന്നി. ഒരു സെക്കൻഡ് പോലും എനിക്കതൊരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൽ ചെറിയൊരു ലാഗ്, ചിലപ്പോൾ ഓവർ പ്രതീക്ഷിച്ചതുകൊണ്ടോ എന്നറിയില്ല, അങ്ങനെ ഒരു ഫീൽ കിട്ടി. ഈ ആവേശ മൂവിയിൽ ഫഹദിന് പകരമായിട്ടൊരു നടൻ, ഒരു നായകൻ, ഫഹദിന് പകരമായിട്ടൊരു നടൻ നമുക്ക് മലയാള സിനിമയിൽ സത്യം പറഞ്ഞാൽ ഒരു സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ടൈപ്പ് റോൾ തന്നെയാണ് അവൻ എടുത്തിട്ടുള്ളതും. ചെറിയൊരു സൈക്കോപാത്ത് പോലത്തെ ഒരു സൈക്കോ വില്ലൻ അതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളതും. അത് 100% അതിൽ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പടത്തിലേക്ക് കയറുമ്പോൾ ഒരു 2 മിനിറ്റ് വൈകി. പടത്തിലേക്ക് കയറുമ്പോൾ അല്ല, ഞാൻ തിയേറ്ററിൽ എത്തുമ്പോൾ ഒരു 2 മിനിറ്റ് വൈകി. ആ 2 മിനിറ്റിന് കൂടാതെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി. എല്ലാം കൂടി ഒരു 12 മിനിറ്റ് വൈകിട്ടാണ് പടം കണ്ടത്. ആ 12 മിനിറ്റിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇത്ര ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു പഴയ സ്റ്റൈൽ സ്റ്റോറി ഇങ്ങനെ കാണിച്ചു തന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ലൊരു മൂഡിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഏറ്റവും നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, വിനീത് ശ്രീനിവാസൻ്റെ പടത്തിലൊരു സിഗരറ്റ് വലി ഉണ്ടാവില്ല, ഒരു കള്ളുകൂടി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഇല്ലു. പക്ഷേ ഇതിലത് രണ്ടും ഉണ്ട്. പക്ഷെ എന്തും ആയിക്കോട്ടെ, പടം കംപ്ലീറ്റ്ലി ഒരു രസമാണ്. അതായത് ഫീൽ ഗുഡ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതിന് ശേഷം ആവേശം വരും. രണ്ട് പാത്താണ് കേട്ടോ. രണ്ട് ടൈപ്പ് ഓഡിയൻസിനുള്ള പടമാണ്. ഞാൻ ഏത് ടൈപ്പ് പടം, അതായത് ഇനി അവാർഡ് ആയിക്കോട്ടെ, ഇനി വയലൻസ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് മൂവി ആക്സെപ്റ്റ് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് പടവും രണ്ടിനും 8 മാർക്ക് കൊടുക്കുന്ന രീതിയിൽ. പക്ഷെ എൻ്റെ മൈൻഡ് സെറ്റിൽ ഇഷ്ടപ്പെട്ട ഈ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടി ഒരു 8.5 കൊടുക്കാം വേണമെങ്കിൽ. ആവേശത്തിന് 8 കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സജിൻ ഗോപു പറഞ്ഞ നടൻ, അതായത് രോമാഞ്ചത്തിൽ പൊത്തപ്പിക്കെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറില്ലേ, ആ സജിൻ ഗോപു ഇതിൽ ഒരു പ്രധാന വേഷം, ഫഹദിൻ്റെ കൂടെ ആ ഒരു അമ്പേട്ടൻ എന്നൊരു ക്യാരക്ടർ കൊണ്ട് 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ റോൾ ചെയ്തിട്ടുള്ളത്. ഫഹദിൻ്റെ റോളെല്ലാം ഫഹദ് ചെയ്യാൻ പറ്റുന്നതിന് എക്സ്ട്രീം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിവിൻ പോളിനെയാണ്. കാരണം നിവിൻ പോളി കുറച്ച് നാളായിട്ട് പടത്തിൽ അത്ര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അത് അതുപോലെ തന്നെ വിളിച്ച് പറയുന്ന രീതിയിലും, പിന്നെ നിവിൻ പോളിൻ്റെ ശരിക്കും റിയൽ കോമഡി ക്യാരക്ടർ എങ്ങനെയാണോ അതെല്ലാം പുറത്തെടുപ്പിച്ചുകൊണ്ട് തന്നെ നിവിൻ പോളിക്ക് പകരമായിട്ട് നമുക്കൊരാളെ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത്രയും നന്നായിട്ട് ചെയ്യാൻ അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുതന്നെയാണ് ഈ പടത്തിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുറേ ചിരിക്കാനും ഉണ്ട്. അതൊരു മർമറിങ് ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം. ആ ഒരു ടൈപ്പ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല വേറെ മലയാളത്തിൽ ചെയ്യാനും ആരുമില്ല. ചെയ്ത് തന്നെ സൂപ്പർ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പോയാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല പടം. അത്രയും ജയ് ഗണേഷിൻ്റെ നല്ലൊരു റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ബൈ.